നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഇന്നലെ ഉണ്ടാകും എന്നൊക്കെ വലിയൊരു ബോംബ് പൊട്ടിക്കാൻ ശ്രമിച്ചിരുന്നു. അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നടക്കുന്ന ഡിവൈഎഫ്ഐ ഇപ്പൊ നാട് വിട്ടു എന്നൊരു കരക്കമ്പി കേൾക്കുന്നുണ്ട്. 58ാം ദിവസമാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം മുന്നോട്ട് നീങ്ങാതെ ഒരിടത്ത് തങ്ങി നിൽക്കുന്നത്. ഈ ഘട്ടത്തിൽ NSSനെ ഇരു കൈയും നീട്ടി രാഹുൽ മാങ്കൂട്ടത്തെ സ്വീകരിക്കുകയാണ് NSS. അതിൽ സത്യത്തിൽ സതീശൻ അന്തം വിട്ടിരിക്കുകയല്ലേ? ഒപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് രാഹുലിനെ വീണ്ടും സജീവമാക്കി നിർത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടുള്ള ഈ പരാമർശങ്ങളും വിശദീകരണങ്ങളും ചർച്ചകളും ഒക്കെ തന്നെ ഒരു വഴിയിലോട്ട് തിരിയും എന്ന തെറ്റിദ്ധാരണ അത് മുഖ്യമന്ത്രിക്കുണ്ടോ? അതോ ഇപ്പോൾ ഈ അറസ്റ്റിൽ നിന്നും പിന്മാറാനുള്ള കാരണം സ്വന്തം പല്ലിട കുത്തി നാറ്റിക്കണ്ട എന്നുള്ള ഒരു ബോധം മുഖ്യമന്ത്രിക്ക് ഉണ്ടായത് കൊണ്ടാണോ? എന്തായിരിക്കാം? NSSന്റെ കാര്യം തന്നെ പറഞ്ഞാൽ NSSും കോൺഗ്രസും തമ്മിൽ ഒരുപക്ഷെ നമ്മൾ നേരത്തെയൊക്കെ നോക്കിയപ്പോൾ ഒരു വല്ലാത്തൊരു ബന്ധമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. സുകുമാരൻ നായർ പണി കൊടുത്തു, VD സതീശന് പണി കൊടുത്തു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഒരു മലക്കമറച്ചിലുണ്ട്. പക്ഷെ ഈ ശബരിമല വിഷയം ഇങ്ങനെ കത്തി നിൽക്കുന്നത് കൊണ്ട് സുകുമാരൻ നായർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത രീതിയിൽ അങ്ങോട്ട് ചായണോ ഇങ്ങോട്ട് ചായണോ എന്നുള്ള ഒരു അവസ്ഥയിലാണ്. കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ പോയി കണ്ടിരുന്നു, അത് വെള്ളാപ്പള്ളി ഉൾപ്പെടെ. പക്ഷെ ഈ ഒരു ശബരിമല വിഷയം ഇത്തരത്തിൽ വരുമെന്ന് ഈ രണ്ട് നേതാക്കന്മാരും വിശ്വസിച്ചില്ല, സാമുദായിക നേതാക്കന്മാർ വിശ്വസിച്ചില്ല. അവർക്ക് ഇത് വല്ലാത്തൊരു അടിയായിരുന്നു. അല്ലെങ്കിൽ ഒരു പക്ഷെ CPM-ന് കൂട്ടായിട്ട് നിന്നുകൊണ്ട് ഈ പറയുന്ന അടുത്ത തെരഞ്ഞെടുപ്പിനെ പ്രതിനിധീകരിക്കാൻ അവർ തയ്യാറായതിന്. പക്ഷെ വിശ്വാസികൾ എത്രമാത്രം സുകുമാരൻ നായരുടെ ഒപ്പം ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. ഏതായാലും NSSന് ഒരു സ്നേഹം രാഹുൽ മാങ്കൂട്ടത്തിനോടുണ്ട്. ഒരു മുഖ്യ അതിഥിയായിട്ട് കാതിൽ അടിച്ചാണ് ഇത്തരത്തിൽ രാഹുലിന്. പിന്നെ രാഹുൽ അവിടുത്തെ MLA കൂടിയാണ്. എല്ലാ പരിപാടികളിലും രാഹുലിന്റെ പേര് പഠിക്കുന്നുണ്ട്. ഈ സാധാരണ ഈ സിനിമാ നടികളെയൊക്കെയാണ് വിളിക്കുന്നത്. പക്ഷെ ഇപ്പൊ രാഹുൽ ഇല്ലാത്ത പാലക്കാട് ഒരു ഇനോഗ്രേഷനും ഇല്ല എന്നുള്ളതാണ്. 19 കല്യാണം മാറ്റി വെച്ചിട്ടാണ്. അപ്പൊ 19 പേര് കല്യാണം. അപ്പം നമുക്ക് പൊതുവെ അറിയാം രാഹുലിന് ഇപ്പൊ അവിടെ ഒരു വല്ലാത്ത ഇമേജ് ഉണ്ട്. അത് ഈ കുപ്രസിദ്ധി ഉള്ള ഒരു ഇമേജ് മാത്രമല്ല, സാധാരണ ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് കുപ്രസിദ്ധിയാണ് വരുന്നത്. പക്ഷെ ഇത് അങ്ങനെയല്ല, നേരെ ബൂമറാങ് പോലെ കുറച്ചുകൂടെ മാറി ഒരു വല്ലാത്തൊരു താരപരിവേഷമാണ് രാഹുലിന് കിട്ടിയത്. അത് ഒരു പക്ഷേ മുൻപുണ്ടായതിനേക്കാൾ കൂടുതലൊരു അതിന് കാരണമുണ്ട് ശ്രീജ. കാരണം ഈ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടം മുതൽ കോൺഗ്രസിനെ ഇത്തരത്തിൽ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെടുത്തി പ്രതിപക്ഷം ഈ ഭരണപക്ഷം ഇങ്ങനെ പല രീതിയിൽ ഹനിക്കുന്നത് കൊണ്ടായിരിക്കാം ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായ ഒരു അനുഭവം ഇനി മറ്റൊരു നേതാക്കൾക്കും ഉണ്ടാകരുത്. അത് ഒരുപക്ഷെ CPM-ലാണെങ്കിലും BJP-ക്കാരും ഉണ്ടാവരുത്. ജനങ്ങൾക്ക് ഇപ്പോൾ ഒരു ബോധമുണ്ട്, സ്ത്രീ വിഷയത്തിൽ നേതാക്കന്മാരെ പെടുത്തരുത് എന്നുള്ളത്. മിക്കത് ഹണി ട്രാപ്പുകൾ വരുന്നുണ്ട്. ഇതൊക്കെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ജനങ്ങൾക്ക് ഇതൊരു ബോധമുണ്ട്. അതുകൊണ്ടായിരിക്കും സ്ത്രീ വിഷയം ഇപ്പൊ അങ്ങോട്ട് ഏക്കാത്തത്. രാഹുലിന്റെ ഭാഗത്ത് പൂർണ്ണമായും ശരിയുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ തെറ്റുകൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും അതിനകത്തൊരു ന്യായം കാണുന്നത് ഈ പറയുന്നോണം ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് റൂമിലിട്ട് ഈ ക്രൂരമായി റേപ്പ് ചെയ്ത ഒരു വ്യക്തി ആയിട്ടല്ലല്ലോ. ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ സ്വകാര്യ നിമിഷത്തിൽ ഇരു വ്യക്തികൾക്കും ഉണ്ടായ സന്ദർഭത്തിൽ ഉള്ള കാര്യമാണ്. അത് അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതം അദ്ദേഹം എങ്ങനെയാന്ന് വെച്ചാൽ കൈകാര്യം ചെയ്യും. കാരണം പരാതിക്കാരി ഇല്ലാത്തടത്തോളം കാലം അത് അദ്ദേഹത്തിന്റെ സ്വകാര്യത എന്ന് പറഞ്ഞ ജീവിതമാണ് എപ്പോഴും നമ്മൾ ചർച്ചയെ പറയുന്നത് പോലെ. അതുകൊണ്ട് അതൊക്കെ ജനങ്ങൾക്ക് ഒരുവിധം ബോധ്യപ്പെട്ടു. പിന്നെ ഈ പരാതി കൊടുത്തവരുടെ ഈ ചാറ്റുകളൊന്നും വലിയ ഇതായിട്ട് ഏശിയില്ല. കാരണം അത് ഈ പറയുന്നോണം ക്രൈംബ്രാഞ്ചിന് തന്നെ മനസ്സിലായിട്ടുണ്ട്. അത് ഒരു പെറ്റി കേസ് പോലും ഫയൽ ചെയ്യാനുള്ള കേസായിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു ചാറ്റ് ഉണ്ടെങ്കിൽ തിരിച്ചും ചാറ്റുകൾ കാണുമല്ലോ. ആ ചാറ്റുകൾ കാണുമ്പോൾ എന്ത് വെച്ചാണ് ക്രൈംബ്രാഞ്ചും ഈ പോലീസും ഒക്കെ ഒരു ലോക്കൽ പെറ്റീഷനെങ്കിലും രാഹുലിന് കൊടുക്കാൻ പറ്റുന്ന ചാറ്റുകളല്ല. ഒരു സ്വാഭാവികമായിട്ട് എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ചാറ്റുകളായിരിക്കാം. നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. കുറെ ചാറ്റുകൾ നമ്മളും കണ്ടു. ഈ പറയുന്നത് പോലെ മറ്റത് മാത്രമാണ്, വോയിസ് ക്ലിപ്പ് മാത്രമാണ് ഇപ്പോൾ രാഹുലിനെ പൂട്ടാൻ വേണ്ടി പല രീതിയിൽ നോക്കുന്നുണ്ട്. രാഹുലിന്റെ ഫോണുകൾ ഹാക്ക് ചെയ്യുക, അതിന് വേണ്ടുന്ന പ്രത്യേക ആൾക്കാരെ CPM തന്നെ നിയോഗിച്ച് രാഹുലിന്റെ പുറകെ തന്നെ വിട്ടിട്ടുണ്ട്. അപ്പൊ ഏത് തരത്തിലും രാഹുലിനെ എങ്ങനെയെങ്കിലും ഒരു കേസിൽ അകപ്പെട്ട് ഒരു ദിവസമെങ്കിലും കുറച്ച് മണിക്കൂറത്തേക്കെങ്കിലും ഒന്ന് ജയിലിൽ കയറ്റിയാൽ, ഒന്ന് അഴിക്കുള്ളിലാക്കിയാൽ അത് ഒരു പക്ഷേ ശബരിമല വിഷയം അതിലേക്ക് അങ്ങ് മുങ്ങാൻ സാധ്യതയുണ്ട്. അതിന് വേണ്ടുന്ന എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ വിവാദമാക്കാൻ എങ്ങനെയാണ്, അതായത് ഈ ശബരിമല വിഷയത്തിലേക്ക് രാഹുലിന്റെ വിഷയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിലേക്ക് പോകും. കാരണം മറ്റേത് നേതാക്കന്മാരെ ഇട്ട് ഒന്നും ഇത്തരത്തിലുള്ള കുത്തിയാലും വലുതായിട്ട് യേശുവില്ല. കാരണം ഒരു താരപദവിയുള്ള രാഹുൽ, ഷാഫി, വിഷ്ണു, പിന്നെ ഈ പറയുന്ന അങ്ങനെ കുറച്ച് കോൺഗ്രസ് നേതാക്കളുടെ ഇടയിലാണ്. പിന്നെ VD അങ്ങനെ പെട്ടെന്ന് തൊട്ട് കളിക്കാനും
പറ്റില്ലല്ലോ. അപ്പൊ എന്തും ഷാഫിക്ക് നേരെ ഒരെണ്ണം നമ്മൾ പേരാമ്പ്രെ കണ്ടതാണ്. പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരുപക്ഷെ CPM പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ കലാപമാണ്. അത് UDFന്റെ മേൽ ചാരാൻ പലവിധ ശ്രമങ്ങളും ശ്രമിച്ചു. ഇതുവരെ ഷാഫിയെ തൊട്ടത് ഒരു വ്യക്തി ആരാണെന്നുള്ളത് തിരിച്ചറിയാൻ അവർക്ക് കഴിയാഞ്ഞതാണോ, അവർ അറസ്റ്റ് ചെയ്യാത്തതാണോ എന്നുള്ളത്. 2 DYSP പ്രവർത്തകരെ മാത്രം ഇപ്പോൾ സ്ഥലമാറ്റം, അതായത് ഈ വിഷയം ഒന്ന് കെട്ടടക്കാൻ വേണ്ടി സ്ഥലമാറ്റം ചെയ്തു എന്നല്ലാതെ MP നേരെ MP അടിച്ച ആളിനെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കണ്ടെത്താം, പക്ഷെ അവര് അത് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പൊ ആ വിഷയം വേറെ തലത്തിലേക്ക് എത്തിക്കാൻ CPM ഒത്തിരി ശ്രമിച്ചു. പക്ഷെ അത് ഈ പറയുന്നത് പോലെ ബൂമറാങ് പോലെ അവർക്ക് തിരിച്ചടിയാണ്. അപ്പൊ ഷാഫി ഇനി ഒരു തരത്തിലും കൂടെ ഒന്ന് നോട്ടം ഇട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷെ ഇതായിരിക്കത്തില്ല യൂത്ത് കോൺഗ്രസ് പ്രതികരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ ഉള്ളത് എന്നാ രാഹുലിന്റെ വിഷയം. രാഹുൽ ഇപ്പൊ ഒറ്റയാൾ പട്ടാളമാണല്ലോ, ഒറ്റയാൾ പോരാളിയാണല്ലോ. അപ്പൊ എന്ത് നടത്തിയാലും കോൺഗ്രസിന് അധികം പ്രതികരിക്കാൻ പറ്റില്ല. അതേസമയം എന്നാൽ ജനങ്ങളുടെ ശ്രദ്ധ തിരിയുകയും ചെയ്യും. എന്നാ പിന്നെ രാഹുലിന് തന്നെ ഇട്ട് കൊടുക്കാം, ഇല്ല അടി കൊള്ളുന്നവൻ കൊടുത്തു വാങ്ങിക്കൊണ്ടേ ഇരിക്കും എന്നുള്ള രീതിയിലാണ്. പക്ഷെ അവിടെയും CPM അടിപതറുകയാണ് ചെയ്യുന്നത്. കാരണം പാലക്കാട് ഒരു വല്ലാത്ത കോളിലൊക്കെ ഇപ്പം രാഹുൽ സൃഷ്ടിക്കുന്നുണ്ട്. രാഹുൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ഒരു MLA എന്നുള്ള രീതിയിൽ ഫണ്ടുകൾ കൃത്യമായി വിനിയോഗിക്കുകയും കൃത്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ കാഴ്ചവെക്കുന്നത്. അത് ഒരുപക്ഷെ CPM മേഖലകളിൽ പോലും രാഹുലിന്റെ ഒരു തേരോട്ടം നടത്തുന്നുണ്ട്. അപ്പൊ ഒന്ന് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് CPM രാഹുലിനെ വീണ്ടും അടിച്ചിടുക, പാലക്കാട് അടിച്ചിട്ടെങ്കിലേ പറ്റൂ. രണ്ടാമത് ശബരിമല വിഷയം മുക്കുക, പിന്നെ ഈ പറയുന്ന ED സമൻസ് ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ മുക്കുക. അതിന് ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവിനെ ഒന്ന് കൊലയ്ക്ക് കൊടുത്താലേ മതിയാവൂ എന്നതാണ് CPMന്റെ ഇപ്പോഴത്തെ നിലപാട്. പക്ഷെ ഇതൊന്നും ശരിയാവുന്നില്ല. ശബരിമല വിഷയം നോക്കൂ, ഏത് തരത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് നോക്കൂ ശ്രീജ. ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തിനെ വരെ അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന സുഹൃത്തിനെ വരെ ചോദ്യം ചെയ്തു. മണിക്കൂറുകൾ എടുത്താണ് ചോദ്യം ചെയ്തത്. സുഹൃത്ത് ഇപ്പോൾ കൃത്യമായി പറയുന്നത് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂട്ടുപ്രതികൾ, മറ്റു ചില കൂട്ടുപ്രതികളും ഒക്കെ ചേർന്ന് നടത്തിയ നല്ല ഒന്നാന്തരം എന്താ പറയുക കൊള്ള, അതായത് കള്ളത്തരമാണ് എന്നുള്ളതാണ്. വിജയമല്ലി കൊടുത്ത സ്വർണം അടക്കം ഈ പൊതിഞ്ഞു കൊടുത്ത സ്വർണം അത് മാറ്റിയിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്റെ സ്പോൺസർഷിപ്പില് പുതിയ സ്വർണം വെറും 328 ഗ്രാം സ്വർണ്ണമാണ് കൊണ്ടുവന്ന് പാളിയായിട്ടും വാതിലായിട്ടും ഒക്കെ അദ്ദേഹം പൂശിയ സ്വർണം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. അതായത് വാതിലിന് 328 ഗ്രാം, മറ്റേതും അത്ര എങ്ങാണ്ടേ ഉള്ളൂ, പൂശിയതല്ലേ. അപ്പം ഈ ഇത്രയും, അതായത് വിജയമല്ലി കൊടുത്ത ഏകദേശം 2.5 കിലോ പുറത്തുള്ള അത്രയും ഭാഗത്തെ സ്വർണം, അതിന്റെ ഗ്രാമുകൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ആ സ്വർണ്ണപ്പാളിയോ സ്വർണ്ണ വാതിലോ ഒന്നും കാണാനില്ല. ഈ സ്വർണ്ണ വാതിൽ മുരാരി ബാബുവിന് കൊടുത്തു എന്നുള്ളതാണ്. പക്ഷെ മുരാരി ബാബു ഇത് എവിടെ വെച്ചു? ഇനി അമിക്കസ് ക്യൂറി ഇപ്പോൾ കണക്കെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇനി ഉണ്ടോ എന്നുള്ള പോലും അറിയില്ല. ഇനി ആ കണക്കെടുപ്പ് കഴിഞ്ഞ് വാതിൽ അവിടെ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം. എന്തായാലും ആറന്മുള ക്ഷേത്രത്തിലെ സ്ട്രോങ് റൂമിലൊന്നും ഇല്ല. അപ്പോൾ ഈ മുരാരി ബാബു അത് തന്നെ അതെടുത്ത് വിട്ടോ, വാതിൽ എങ്ങോട്ട് പോയി, ഇതൊന്നും ഇപ്പോൾ നമുക്ക് കാണാനില്ല. പുതിയതായിട്ടുള്ള, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി പല സ്പോൺസേഴ്സിന്റെ ആയിട്ട് ഇതിന് ഇരട്ടി വാങ്ങിയിട്ട് അതിലും തുച്ഛമായ സ്വർണ്ണമാണ് ഇപ്പൊ പൂശി അവിടെ വെച്ചേക്കുന്നത്. അതായത് കോടിക്കണക്കിന് രൂപയുടെ സ്വർണം നഷ്ടമായിരിക്കുമെന്ന് ഇപ്പോൾ കൃത്യമായി ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് ഇത് കോടതി മുറി പോലും വളരെ രഹസ്യമായിട്ട് മൊഴിയെടുക്കുകയും രഹസ്യമായിട്ടുള്ള വിചാരണ നടത്തുകയും ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നു. ഒന്നും പുറത്തു പോകാതെ തന്നെ. കാരണം പുറത്തു പോവുകയാണ് ഒരുപക്ഷെ അഡ്വക്കേറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആവുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു അന്വേഷണത്തിന് വിലങ്ങുതടിയാവാൻ സാധ്യതയുണ്ട്. കാരണം രാഷ്ട്രീയ പാർട്ടിക്കാരും ഭരണപക്ഷമൊക്കെ ഇതിനകത്തുള്ളത് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം. മന്ത്രിതലം ഉൾപ്പെടെ മുതിർന്ന ഏറ്റവും ഹൈയിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കാം ഈ ഒരു വിചാരണയെല്ലാം വളരെ സ്വകാര്യമാക്കാനും അന്വേഷണം സ്വകാര്യമാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശമുണ്ട്. അപ്പൊ അതിൽ തന്നെ നമുക്കറിയാം ഇതിലെ നെത്തോലി മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അത് അഡ്വക്കേറ്റ് പറഞ്ഞത് ശരിയാണ്. ഇതിലെ വമ്പൻ സ്രാവുകളും തിമിംഗലങ്ങളും ഒക്കെ പുറമേ ഉണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ മുരാരി ബാബുവിനേക്കാളും മന്ത്രി കടകംപള്ളിയിലേക്കൊക്കെ പോവാൻ സാധ്യതയുണ്ട്. കാരണം ഇത് 2019 നമ്മൾ എല്ലാ ചർച്ചയും പറയുന്നത് പോലെ സ്ത്രീ പ്രവേശന സമയത്ത് നടന്ന ഒരു സംഭവം ഒരിക്കലും ഉദ്യോഗസ്ഥർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന സംഗതിയല്ല. ഇനി അവിടെ ഉള്ള ശബരിമലയിലുള്ള ദേവസ്വം ബോർഡ് ജീവനക്കാരെല്ലാരും കൂടെ ശ്രമിച്ചാൽ പോലും ഇത്തരത്തിലുള്ള ഒരു കൊള്ള നടത്താൻ പറ്റില്ല. കാരണം ആരെങ്കിലും ഒക്കെ ഒരാൾ എവിടെ കൊടുക്കും? സൂചനകൾ കൊടുക്കും.
കൊടുക്കാതിരിക്കത്തില്ലല്ലോ. മന്ത്രിതലത്തിൽ ഇങ്ങനെ പാളി എടുത്തോണ്ട് പോയി എന്നുള്ളത് ഏതെങ്കിലും ഒരു വ്യക്തി കൊടുക്കുമല്ലോ. അപ്പൊ അവരുടെയൊക്കെ കണ്ണ് വെട്ടിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കടകംപള്ളിയും മുഖ്യമന്ത്രിയെ അറിയാണ്ട് ചെയ്യാൻ പറ്റില്ല. ഇത് പച്ചയായ സത്യമാണ്. ഇതിനെ എങ്ങനെ തടയിടണം? ഇതിന് മേലെ വിരളി പൂണ്ട് നടക്കുകയാണ് മന്ത്രിമാരും മുഖ്യമന്ത്രിയൊക്കെ. എങ്ങനെ തടയിടണം എന്ന് അവർക്ക് തന്നെ അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് അവര് അമിത്ഷായെ കാണുന്നു, PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു, ഈ പറയുന്ന നിരവധി കേന്ദ്ര പദ്ധതികളുമായിട്ട് ഇങ്ങനെ സഹകരിക്കാൻ ശ്രമിക്കുന്നു. അവരെ ഒന്ന് മോഹിപ്പിച്ച് അല്ലെങ്കിൽ അവരെയൊക്കെ ഒന്ന് സ്നേഹിച്ചു തങ്ങളുടെ കാര്യം നടത്താൻ ആദർശനങ്ങളൊക്കെ തൂത്തുവാരി ഉണ്ടയാക്കി തട്ടുംപുറത്ത് എറിഞ്ഞുകൊണ്ട് അവരിപ്പോൾ പോകുന്ന പോക്ക് കാണുമ്പോൾ നമുക്കറിയാം എന്താണ് ഇതിന്റെ ഉൾക്കള്ളി എന്നുള്ളത്. PM ശ്രീ പദ്ധതിയൊക്കെ ഒരു കാലത്ത് നടപ്പിലാക്കില്ലെന്ന് പറഞ്ഞ കേരള സർക്കാരാണ് ഇപ്പൊ PM ശ്രീയിലോട്ടൊക്കെ പോയിരിക്കുന്നത്. അപ്പൊ കിട്ടാലോ പിന്നെ ഫണ്ടും കിട്ടും, ഈ പറയുന്നോണം ആദർശങ്ങളൊക്കെ കാറ്റിൽ പറത്താം. കാരണം ഒരു കാലത്ത് കേന്ദ്ര സർക്കാരിന്റെ സിലബസ് ഞങ്ങളുടെ നാട്ടിൽ കൊച്ചുങ്ങളെ പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞ വ്യക്തികളാണ് ഇപ്പൊ എല്ലാം തൂത്തുവാരി എറിയുന്നത്. മാത്രമല്ല ഹിജാബ് വിഷയങ്ങളും ഒക്കെ ഇങ്ങനെ ഈ മൊത്തത്തിൽ സർക്കാരിനെ ഇങ്ങനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളാണ്. ഇതിപ്പം അവിടെ പിടിക്കണോ ഇവിടെ പിടിക്കണോ, എവിടെ പിടിച്ചാലും ഒന്ന് പിടി കിട്ടും എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ സർക്കാർ ഉള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടെങ്കിൽ ഇനിയിപ്പോ ഇരിക്കട്ടെ, ഒരു വെടിയുണ്ട രാഹുലിന് ഇട്ടൊരു ഉണ്ട കൊടുക്കുക, രാഹുലിന് ഒരു ദിവസം ഒന്ന് അറസ്റ്റ് ചെയ്ത മുഴുവൻ ജനങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക്. അപ്പൊ കുറച്ച് ദിവസത്തേക്ക് അങ്ങോട്ട് പോകും. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, സന്ദീപ് വാര്യരെ കുറച്ച് ദിവസത്തേക്ക് ജയിലിലിട്ടു. ഷാഫിക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം വന്നപ്പോഴത്തേന് ശബരിമല വിഷയം ഒന്ന് താന്നുപോയി. പക്ഷെ ഇതിപ്പോ BJP കൃത്യമായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. BJP ആദ്യമൊക്കെ തണുത്തിരുന്ന BJP ഇപ്പോൾ കൃത്യമായി അത് ഏറ്റെടുത്ത് നല്ല രീതിയിൽ പ്രതിഷേധിക്കുകയും വേണ്ടുന്ന കഴിഞ്ഞ് CBI അന്വേഷണം വേണമെന്നും പറഞ്ഞുകൊണ്ട് അതിന് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഇതുവരെ SITയുടെ അന്വേഷണത്തിൽ ഇന്നലെ ഞാൻ അറിഞ്ഞ SIT അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ പറഞ്ഞതുപോലെ കുറച്ച് CPM ചായ്വുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ഒരു വാർത്തകൾ വരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ വീണ്ടും പ്രതിപക്ഷം കത്തിക്കയറും, കോടതിയെ സമീപിക്കും, ഈ പറഞ്ഞ കേന്ദ്രത്തെ സമീപിക്കാൻ സാധ്യതയുണ്ട് BJP. അങ്ങനെയെങ്കിൽ ഇത് CBI അന്വേഷണം വേണം എന്നുള്ള രീതി. കാരണം ഏത് തരത്തിലാണെങ്കിലും ഇത് കണ്ടെത്തിയിരിക്കും. അത് കൃത്യമായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അങ്ങ് പ്രതിയാക്കി അയാളെ മാത്രം അങ്ങ് കൂട്ടിലാക്കാന്ന് ഈ പറഞ്ഞോണം തീരുമാനിച്ചിട്ടേ നടക്കുന്ന കാര്യമാണ്. പെണ്ണുകേസിൽ കുടുക്കിയാണ് മറയ്ക്കാൻ ശ്രമിച്ചത്. അതെ, മറ്റാരെങ്കിലും കുടുക്കി മറയ്ക്കാൻ ഇല്ല, ഇനി പെണ്ണുകേസ് ഒന്നും ഇവിടെ വരാൻ ഏശത്തില്ല. പിന്നെ ഇപ്പൊ ഈ അഴിമതി നടത്താൻ വേണ്ടി കോൺഗ്രസേ ഇപ്പൊ പിച്ചച്ചട്ടി എടുത്തോണ്ടിരിക്കുക. അപ്പൊ ഇനിയിപ്പോ അത് നടക്കത്തില്ല. പിന്നെ വേറെ ഏത് കാര്യം ഒന്നും ഇവർക്ക് പ്രത്യേകിച്ച് ഭരണത്തിരിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ. ഈ പെണ്ണ് കേസ് ഇനിയിപ്പോ രാഹുലിന്റെ വേറെ ഏതെങ്കിലും തരത്തില്ല, രാഹുൽ ഇപ്പൊ കല്യാണം കഴിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇടയ്ക്ക് ഒരു വാർത്ത വന്നു. അതിലും പ്രശ്നം ഒന്നാലോചിച്ച് നോക്ക്. എന്നാ ഒരു പെൺകുട്ടിയെ ഇത് ചെയ്തു, എന്നാ അവരുടെ സ്വകാര്യത നടന്ന ജീവിതമല്ലേ. ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതിൽ എന്താ പ്രശ്നം? ഇതുവരെ ആ കുട്ടിയെ ചതിച്ചു എന്ന് പറഞ്ഞായിരുന്നു പ്രശ്നം. എന്നാ പെൺകുട്ടിയെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞപ്പോ ആ പെൺകുട്ടിയും കൂടെ ഒത്തുചേർന്ന് തെരഞ്ഞെടുപ്പ് വരെ നിലനിർത്താനുള്ള പദ്ധതിയാണെന്ന് പറഞ്ഞു അതിനും വിഷയം. ഇനിയിപ്പോ ഏത് തരത്തിലാണെങ്കിലും രാഹുലിനെ ഇട്ടൊന്ന് കുത്താന്ന് വെച്ചാൽ ഇനിയിപ്പം നടക്കത്തില്ല, പഴയതുപോലെ ഏശത്തില്ല. പിന്നെ രാഹുലിനെ പാലക്കാട് അഴിമതി എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ രാഹുൽ അവിടെ രാഹുലിന്റെ കയ്യിൽ ഇരിക്കുന്നതും കൂടെ ചേർത്ത് ഇപ്പൊ അവിടെ ഉള്ളവർക്കെല്ലാം ഇത് നടത്തുന്നുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി അവിടെ പിടിച്ചിരുന്നെങ്കിലേ പറ്റൂ. കാരണം കരിയർ മൊത്തം പൊളിഞ്ഞ് പാളീസായിട്ടിരിക്കുക. അപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ പാലക്കാട് ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്തെങ്കിലേ രാഹുലിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ അറ്റ്ലീസ്റ്റ് സ്വതന്ത്രനായിട്ടെങ്കിലും മത്സരിച്ച് മുന്നേറാൻ പറ്റും, ഈ ഒരു രാഷ്ട്രീയ ഭാവി നഷ്ടപ്പെടാതെ ഇരിക്കാൻ പറ്റും. അതുകൊണ്ട് രാഹുൽ അത് കൃത്യമായിട്ടും അവിടെ വിനിയോഗിക്കുന്നുണ്ട്. ഇനി അതിൽ അഴിമതിയുണ്ട് എന്ന് ആരോപിച്ച് കണ്ടെത്താനും സാധിക്കുന്ന കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് മൊത്തത്തിൽ വെട്ടിലായിരിക്കുന്ന CPM എന്ത് ചെയ്യണമെന്നുള്ള അറിയാത്തൊരിതാ. പക്ഷെ എനിക്കിവിടെ ഈ ഒരു ശബരിമല വിഷയത്തില് ഈ പറയുന്ന നിലവിൽ അന്വേഷണം ഓക്കെയാണ്. പക്ഷെ ഇതിന്റെ ഒരു ഫൈനൽ റിസൾട്ടിലേക്ക് വരുമ്പോൾ ഇത് മറുകണ്ടം ചാടി വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്കും മുരാരി ബാബു അങ്ങനെയുള്ള കുറച്ച് ചെറു മീനുകളിലേക്ക് മാത്രം വരുമോ എന്നുള്ളതാണ്. കാരണം ഇത് വ്യക്തമായിട്ട് ഒരു കാര്യം നമുക്കെല്ലാം അറിയാം, ഇത് ഒരിക്കലും അന്നത്തെ ദേവസ്വം മന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അറിയാണ്ട് ഈ കള്ളത്തരം നടക്കത്തില്ല. കാരണം വെറും 5-6 ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ ഇത്രയും അല്പമെങ്കിലും പണം കിട്ടുന്നത്. അതായത് സാമ്പത്തിക ലാഭമുള്ള ക്ഷേത്രങ്ങൾ 5-6 ക്ഷേത്രങ്ങളേ ഉള്ളൂ. ഈ 6 ക്ഷേത്രങ്ങൾ പോലും കൃത്യമായിട്ട് ദേവസ്വം മന്ത്രിക്ക് നോക്കാൻ അറിഞ്ഞുകൂടാണെങ്കിൽ ഒരു ദേവസ്വം മന്ത്രിയും ഒരുത്തനും ഇതിനകത്ത് ഈ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യതയില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. അപ്പൊ ഈ 6 ക്ഷേത്രങ്ങളുടെയും കണ്ണ് എന്തായാലും ദേവസ്വം മന്ത്രിയുടെ കണ്ണിൽ കാണും അല്ലെ, ഒരിക്കലും അതിൽ
നിന്ന് കണ്ണ് വെട്ടിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ശബരിമലയിൽ അന്ന് ആ വിഷയം നടക്കുന്ന സന്ദർഭത്തിൽ 2 കണ്ണല്ല, കയ്യും കാലും ഈ മന്ത്രിയുടെ അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ മന്ത്രി അറിയാണ്ട് അവിടെ ഒന്നും മോഷ്ടിക്കാൻ പറ്റില്ല. അങ്ങനെ അറിയുവാണെങ്കിൽ ഈ ജീവനക്കാർക്ക് ഒരു ഭയം വരും. കാരണം നമ്മൾ ഈ ചെറിയ പൊട്ടും പൊടിയൊക്കെ മോഷ്ടിക്കുകയാണെങ്കിൽ ഓക്കെ, എന്തെങ്കിലുമൊക്കെ കളർ. പക്ഷെ ഈ ഉണ്ണിയപ്പത്തിലോ അരവണ്ണയിലോ നെയ്യിലോ ഒക്കെ എന്തെങ്കിലും അഴിമതി കാണിച്ചാലും ഒരു പക്ഷെ ക്ഷമിക്കാന്നല്ല, കണ്ടുപിടിക്കില്ല, അല്ലെ കണ്ടുപിടിച്ചാലേ എന്തെങ്കിലും ചെയ്യും. പക്ഷെ ഈ എന്നും ശ്രീകോവിലിന്റെ ഇത്രയും കോടികൾ വില മതിക്കുന്ന സംഗതി എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ മുകളിൽ ഒരു ബലം കൊടുക്കാതെ മോളിൽ നിന്ന് നല്ല എന്ത് വന്നാലും ഭരണ തലപ്പത്തുള്ള ഇരിക്കുന്നു നോക്കുമെന്നൊരു ഇത് കൊടുത്തത് കൊണ്ട് മാത്രമാണ് ഇത് പോയത്. പിന്നെ ഈ പറയുന്നോണം പത്മകുമാറും ബാക്കിയുള്ളവരൊക്കെ ആ സമയത്ത് ഇല്ലായിരുന്നു എന്നുള്ള ഒരു വാർത്തകളും കിട്ടുന്നുണ്ട്. ഇതിലെ സത്യം എന്താണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ ആരുടെയൊക്കെ കണ്ണു മറച്ചു. മാത്രമല്ല അന്ന് ആ ഡിസംബർ മുതൽ 3 മാസം ദേവസ്വം കമ്മീഷണർമാര് 3 പേരാണ് മാറ്റിയിരിക്കുന്നത്. എന്തിന് ഈ 3 പേരെ മാറ്റി എന്നുള്ളതും ഇപ്പൊ ഒരു ചോദ്യം ഉയർന്നുകൊണ്ടിരിക്കുക. കാരണം അത് ഭയങ്കര സംശയമാണ്. കാരണം ഈ കൊടുത്ത വ്യക്തി അറിഞ്ഞിട്ട് കമ്മീഷണർ ഒപ്പില്ല, തിരിച്ചു വന്ന വ്യക്തിക്ക് അറിയില്ല ഇത് എന്താ കൊടുത്തേന്നുള്ളത്. ഉടനെ തന്നെ വീണ്ടും പോയപ്പോ അടുത്ത വ്യക്തിയില്ല. പല ആൾക്കാരാണ് വരുന്നവർക്ക് ഇത് അറിയില്ല. അപ്പൊ ഇവര് വിചാരിക്കുന്ന മറ്റവര് കൊടുത്തയാണല്ലോ, ഒപ്പിട്ട് കൊടുത്തയാണ്. അപ്പൊ നമുക്കത് അറിയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഈ 3 വ്യക്തികൾക്കും ഇത് അറിഞ്ഞൂടാ. ഇത് മാത്രമല്ല, ഇപ്പോൾ ഇതിൽ പ്രതികളാക്കി ഉൾപ്പെടുത്തിയിരിക്കുന്ന പല ഉദ്യോഗസ്ഥർക്ക് ഇത് അറിഞ്ഞൂടാ. എന്താണ്, എങ്ങനെയാണ് പോയത്, എപ്പോഴാണ് പോയതെന്നുള്ള. അപ്പൊ ഇതിനൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റും. ക്ലാരിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ കൃത്യമായ അന്വേഷണം എത്തി ഇത് എവിടേക്ക് പോകുന്നു എന്നുള്ളത്. ഏതായാലും CPM പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഈ ശബരിമല അയ്യനെ കൊള്ള ചെയ്തു എന്നൊരു പേര് ദോഷം നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഉണ്ടാവാതെ ഇരിക്കട്ടെ. ഈ പറഞ്ഞോണം രാഹുലിന്റെ നേർക്ക് പോകാതെ ആശയപരമായിട്ട് നേരിടാൻ ശ്രമിക്കുക. രാഹുലിന്റെ നേരെ പോയി ഇനിയും രാഹുലിനെ പൂട്ടാൻ വേണ്ടി, രണ്ടും കൽപ്പിച്ച് പൂട്ടാൻ വേണ്ടി ശ്രമിക്കണം. ഇപ്പൊ ഏതായാലും ക്രൈംബ്രാഞ്ച് നട്ടം തിരിഞ്ഞ് നാണം കെട്ട് പത്തി അടിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം ഇതുപോലൊരു കേസ് അവരുടെ ജീവിതത്തിൽ ക്രൈംബ്രാഞ്ചിന് കിട്ടി കാണത്തില്ല. ക്രൈംബ്രാഞ്ചിനൊരു മുട്ടൻ പണി. ക്രൈംബ്രാഞ്ചിന്റെ പേര് തന്നെ ഒരുമാതിരി നാണക്കേടിന്റെ രീതിയിലാക്കി കളങ്കപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു കേസ് മുഖ്യമന്ത്രി എന്തായാലും ക്രൈംബ്രാഞ്ചിന് കൊടുത്തത്. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കേണ്ട കേസുകളൊക്കെ വൻ കേസുകളാണ്. അല്ലാതെ സ്ത്രീകളുടെ സാരിത്തുമ്പ് ചേർത്ത് സ്ത്രീകൾ ആരുടെയൊക്കെ കൂടെ പോയി കിടക്കുന്നു, പുരുഷന്മാർ ഏതൊക്കെ സ്ത്രീകളുടെ കൂടെ പോയി എന്നൊക്കെ അന്വേഷിക്കുകയല്ല ക്രൈംബ്രാഞ്ചിന്റെ ജോലി. ക്രൈംബ്രാഞ്ചിന് കൃത്യമായിട്ടുള്ള കൊലപാതകം പോലുള്ള ക്രിമിനൽ കുറ്റങ്ങൾ പോലുള്ള വലിയ വലിയ കേസുകൾ ക്രൈംബ്രാഞ്ചിന് കിടപ്പുണ്ട്. ആ ഒരു ക്രൈംബ്രാഞ്ച് എന്ന് പറയുന്ന സംരംഭത്തെ തന്നെ മുതലാക്കിക്കൊണ്ട് അതിനെ വെറുതെ വിനിയോഗിച്ച മുഖ്യമന്ത്രിക്ക് ഈ ഒരു നടപടി ഒട്ടും ശരിയല്ല. കാരണം അവരുടെ അന്വേഷണങ്ങളൊക്കെ വേറെ നല്ല രീതിയിലായി. ഇപ്പൊ ഇതൊക്കെ ഒരു ലോക്കൽ പോലീസുമായിട്ട് ബന്ധപ്പെടുത്തി അന്വേഷിച്ചാൽ മതി. ഇതേ എന്തുകൊണ്ടാണ് ഈ പേരാമ്പ്രയിൽ ഉണ്ടായപ്പോൾ MBA അടിച്ചതിന്റെ ഇതുവരെ എന്താണ് ഒരു ക്രൈംബ്രാഞ്ചിനെ വിട്ടെന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് അന്വേഷിക്കേണ്ടത്. അവിടെ ഈ സ്ഫോട വസ്തു വരെ അറിഞ്ഞെന്ന് പറഞ്ഞു, അതിന്റെ അന്വേഷണം എന്തായി? ഇതൊന്നും അന്വേഷിക്കാതെ ഈ പറയുന്നോണം വീണ്ടും ഈ ഉദ്യോഗസ്ഥര് വെറുതെ അവരുടെ കളങ്കം ഉണ്ടാകുന്ന തരത്തില്, അവർക്ക് നാണക്കേട് ഉണ്ടാകുന്ന തരത്തില് വീണ്ടും രാഹുലിന്റെ പുറകെ വിട്ടു കഴിഞ്ഞാൽ വീണ്ടും നാണക്കടത്തേ ഉള്ളൂ. ഇനി ഏതായാലും പാലക്കാട്ടുകാർ നോക്കും എന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായും പാലക്കാട്ടുകാർ നോക്കും. ഒപ്പം ഇനി കള്ളക്കേസിൽ കുടുക്കി ഈ ഒരു വിഷയം മാറ്റാമെന്ന ശ്രമം നടത്തിയാൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ നിങ്ങളെ പൂട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ ബോധം കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ കളം ഒന്ന് മാറ്റിപ്പിടിച്ചാൽ നന്നാവും.